കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളിലും വിശ്വാസികൾ നേടുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന പോലും വേണ്ടത്ര ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ വ്യാപകമായി ഉണ്ട്. സഭയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ കുർബാന വിഷയമടക്കം രൂക്ഷമാണ്. സഭയ്ക്കുള്ളിലെ ആരാധനാക്രമ തർക്കങ്ങൾ, ഭരണപരമായ വിഷയങ്ങൾ എന്നിവയിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കത്തോലിക്ക കോൺഗ്രസ് മൗനം പാലിക്കുന്നെന്ന പരാതിയും ശക്തമാണ്. സഭയുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലും സംഘടന പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നെന്ന് ഒരു വിഭാഗം ശക്തമായി വിശ്വസിക്കുന്നു. പുതിയ യുവതലമുറ നേടുന്ന തൊഴിലില്ലായ്മ, കുടിയേറ്റം തുടങ്ങിയ ഗൗരവകരമായ വിഷയങ്ങളിൽ യുവജനങ്ങളുടെ ഈ അകൽച്ചയടക്കം ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ സംഘടന. മെത്രാന്മാരും വൈദികരും പുലർത്തുന്ന അമിതമായ സ്വാധീനം കത്തോലിക്ക കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ ഘടനാപരമായ വിമർശനമാണ്. ഒരു അൽമായ സംഘടന എന്ന് വിളിക്കുമ്പോഴും അതിൻ്റെ നയരൂപീകരണത്തിലും തീരുമാനങ്ങളിലുമൊക്കെ മെത്രാന്മാരും വൈദികന്മാരുമാണ് അമിത സ്വാധീനം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ഇല്ലാതാക്കുന്നെന്ന വാദവും ശക്തമാകുകയാണ്. ഈ മെത്രാന്മാരുടെയും വൈദികരുടെയും നിയന്ത്രണം മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ചിലത് അത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങളാണ്. സ്വതന്ത്രമായ നിലപാടുകളുടെ അഭാവമുണ്ട്. സഭയെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളോ തെറ്റായ തീരുമാനങ്ങളോ അത് ചൂണ്ടിക്കാട്ടാൻ ഇപ്പോഴിതാ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കുന്നില്ല. സഭാ നേതൃത്വത്തെ ഭയന്നോ അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ ഭാഗമായ മൗനം പാലിക്കുന്നത് വഴി സാധാരണ വിശ്വാസികളുടെ യഥാർത്ഥ വികാരം സിനഡിലോ രൂപതകളിലോ എത്തുന്നില്ല എന്നാണ് മറ്റൊരു പരാതി. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പലപ്പോഴും സഭാ നേതൃത്വത്തിന് പ്രിയപ്പെട്ടവരോ അവർ തീരുമാനിക്കുന്നവരോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരോ ഒക്കെയാണ്. അല്ലെങ്കിൽ വരുന്നവർ അങ്ങനെയായി മാറും. ഇത് സാധാരണക്കാരെ അൽമായർക്ക് സംഘടനയുമുള്ള ബന്ധവും വിശ്വാസവും ഒക്കെ കുറയുന്നതിന് മറ്റൊരു കാരണമാണ്. സഭാ നേതൃത്വം നിശ്ചയിക്കുന്ന ചില അതിർവരമ്പുകളുണ്ട്. ആ വരമ്പിൽ നിന്ന് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് വരുന്നതുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന് രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ പലപ്പോഴും പറ്റുന്നില്ല. കർഷകരുടെ, യുവാക്കളുടെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ചില നിലപാടുകൾ എടുക്കാൻ വൈദിക ശ്രേണിയുടെ ചില കടുംപിടുത്തങ്ങൾ കൊണ്ട് അവിടെ അനുമതി വാങ്ങാൻ കാത്തു നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് മറ്റൊരു തരത്തിലാണ്. കത്തോലിക്ക കോൺഗ്രസ് പോലൊരു അൽമായ സംഘടനയിൽ നിന്നും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് കേവലം ചടങ്ങുകൾ മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെ ശക്തമായ ഇടപെടലുകളാണ്. ഈ വിമർശനത്തിനൊക്കെ വ്യക്തമായ കാര്യങ്ങളുമുണ്ട്. കുർബാന തർക്കങ്ങൾ പോലുള്ള വിഷയങ്ങൾ സഭയെ പിളർപ്പിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ വിശ്വാസികൾക്കിടയിൽ സമാധാനമുണ്ടാക്കാനോ കൃത്യമായൊരു മധ്യസ്ഥത വഹിക്കാനോ ഒന്നും സംഘടനയ്ക്ക് കഴിയുന്നില്ല. പലപ്പോഴും ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ പിന്താങ്ങുന്ന വിഭാഗമായി ഇതാ കത്തോലിക്ക കോൺഗ്രസ് മാറുന്നു. അത് പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. റബ്ബറിൻ്റെ വിലത്തകർച്ചയിലായാലും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന ആ നഷ്ടത്തിൻ്റെ വിഷയങ്ങളിലായാലും ഈ സഭയ്ക്ക് രാഷ്ട്രീയ സമ്മർദ്ദം സഭയ്ക്ക് വേണ്ടി ചുമത്താൻ സംഘടനയ്ക്ക് സാധിക്കുന്നില്ല. സഭയുടെ തീരുമാനങ്ങളിൽ അൽമായർക്ക് തുല്യ പങ്കാളിത്തം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഈ തലമുറയിൽ ശക്തമാണ്. എന്നാൽ പലപ്പോഴും സംഘടന സഭാ നേതൃത്വത്തിൻ്റെ രൂപഘടകം മാത്രമേ മാറുന്നതാണ് മറ്റൊരു ആരോപണം. സാധാരണക്കാരുടെ സഭാവിശ്വാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ സിനഡിൻ്റെയോ ഉന്നത സമിതികളുടെയോ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിലും വീഴ്ചയുണ്ട്. ഒരു സമുദായ സംഘടന എന്ന നിലയിൽ താഴെ തട്ടിലുള്ള വിശ്വാസികളുടെ വികാരം ഉൾക്കൊള്ളാനും അവർക്കായി നിലകൊള്ളാനും കത്തോലിക്ക കോൺഗ്രസിന് സാധിച്ചിരിക്കണം. സഭയ്ക്കുള്ള തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതെ സത്യത്തിന് നീതിക്കും വേണ്ടി ശബ്ദമുയർത്താൻ മാത്രമേ സാധാരണക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് വൈദികരും മെത്രാന്മാരുമെങ്കിലും ഒന്ന് ഓർക്കണം. എന്നാൽ മാത്രമേ കത്തോലിക്ക കോൺഗ്രസിനെ ഒന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു ശുദ്ധവായു ലഭിക്കുകയുള്ളൂ. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസിന് സഭാ നേതൃത്വം ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുകയും ഒരു ഫ്രീ ഹാൻഡ് നൽകുകയും അവരെ അങ്ങ് സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ വിടുകയും ചെയ്താൽ നിയന്ത്രണം വേണ്ട എന്നല്ല, അവരെ സ്വതന്ത്രരായി പ്രവർത്തിക്കാനാണ് ആ തീരുമാനമെങ്കിൽ ഏറെ നല്ല കാര്യമാണ്. കാരണം അതുകൊണ്ടുള്ള ഗുണം അൽമായർക്ക് മാത്രമല്ല സഭാ നേതൃത്വത്തിന് കൂടിയാണെന്ന് ഓർക്കണം.